Same costume, same timing. I'm continuing the second video. കാരണം ഇതൊരു ത്രൂ ഔട്ട് സ്ട്രെച്ചിൽ ഇന്ന് എന്തോ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു വാശിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ 2-3 ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു വാശിയിൽ ഒരുങ്ങി തിരിഞ്ഞിറങ്ങിയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല കാരണങ്ങൾ കൊണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു മൊത്തം. വീഡിയോ റെക്കോർഡ് ആവും, ഓഡിയോ ആവില്ല, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ആവില്ല, ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോ. ഞാൻ സെൽഫി മോഡിൽ ഇട്ടിട്ടാണ് സത്യം പറഞ്ഞത് വീഡിയോ എടുക്കുന്നത്. കാരണം ഇത് റെക്കോർഡ് ആവണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് അയർലാൻഡ് ഇന്റർവ്യൂ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അയർലാൻഡ് ഇന്റർവ്യൂ ഡയറക്റ്റ് എംപ്ലോയർക്ക് എങ്ങനെ മെയിൽ ചെയ്യാം, മെയിൽ ചെയ്യേണ്ട വിധം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 2 ഇയർ അബവ് എക്സ്പീരിയൻസ് വേണം. 3 ഇയർ ആണ് പ്രിഫറബിൾ. മിനിമം 2 ഇയേഴ്സ് എങ്കിലും വേണം. DL വേണം. OET എക്സ്പയറിംഗ് മിനിമം ഒരു 5 to 6 മന്ത്സ് ഫ്രണ്ടിൽ ഉണ്ടാവണം മിനിമം. കാരണം നിങ്ങൾ വക്കത്ത് പോയി OET തീരുന്ന സമയത്ത് പോയി അയർലാൻഡിലെ പ്രോസസ്സിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ വിസ വരുന്ന സമയത്തൊക്കെ അത് കോംപ്ലിക്കേഷൻ ആണ്. എംപ്ലോയേഴ്സ് അത്രയും വലിയ റിസ്ക് എടുക്കത്തില്ല. ഇനി സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇതിൽ ഏറ്റവും കൂടുതലുള്ള ജനറൽ മെഡിക്കൽ നഴ്സസ് ആണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ CV-കളിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും അഡീഷണൽ വർക്ക്ഷോപ്പ്, സെമിനാർസ്, ട്രെയിനിങ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലരും ഇതിനകത്ത് ഈ NSS വോളണ്ടിയർഷിപ്പ്, അതേപോലെ ഈ എൽഡർലി കെയർ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പോയിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് CV-യിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ എൻ്റയർ ത്രൂ ഔട്ട് ദ കരിയർ ഓറിയന്റഡ് ലൈഫ് ശരിക്കും മനസ്സിലാക്കി അത് ഫുള്ള് നിങ്ങളുടെ CV-യിൽ പെട്ടിട്ടില്ലേ നിങ്ങൾ ഉറപ്പുവരുത്തണം. CV കുറെ പച്ചയും മഞ്ഞയും കളറൊന്നും അടിച്ച് ഭംഗിയാക്കണ്ട. ബ്ലാക്ക് ആൻഡ് വൈറ്റ് CV ചെയ്യണം. ഒരു നല്ല വേർഡ് ഫയലിൽ, ഒരിക്കലും വേർഡ് ഫയൽ CV ഷെയർ ചെയ്യാനും യൂസ് ചെയ്യരുത്. PDF ഫയൽ ആയിരിക്കണം. ഡിക്ലറേഷൻ CV-യുടെ അടിയിലുണ്ടെന്നുണ്ടെങ്കിൽ സൈനും ലേറ്റസ്റ്റ് ഡേറ്റും മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. കവറിംഗ് ലെറ്റർ ഐതർ നിങ്ങൾക്ക് CV-യുടെ കൂടെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ കവറിംഗ് ലെറ്റർ, ഒരു ഇമെയിൽ ഫോർമാറ്റ്, ഇത്രയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള 2 ഇയർ എബവ് ആണെങ്കിൽ മാത്രം അതിന് സമയം കണ്ടെത്തിയാൽ മതി. 2 ഇയർ ബിലോ കൺസിഡർ ചെയ്യുന്നില്ല. 3 ഇയർ എബവ് ഫോർ കെയർ ഹോംസും 6 ഇയർ എബവ് ഫോർ ഹോസ്പിറ്റൽസും ആണ് ഇപ്പോൾ സംടൈംസ് നടക്കുന്നതെങ്കിലും മേ ബി ദൈവാനുഗ്രഹം ഉള്ളവരൊക്കെ കയറി പോകുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഐ എം എ ഗുഡ് ബിലീവർ, സോ ഐ ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ ലക്ക്. ആക്ച്വലി ദൈവാനുഗ്രഹം ഉള്ളവരൊക്കെ കയറി പോകുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പോയി കഴിഞ്ഞാൽ ഞാൻ ഈ എല്ലാ നേഴ്സസിന്റെ അടുത്തും ഇറ്റ്സ് ജസ്റ്റ് എ ജോബ്, ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ ജോബ്, ബട്ട് ഈസ് എ റിമൈൻഡർ ആസ് വെൽ ആസ്. പോകുന്ന വരെ ഞാൻ ഇവരുടെയൊക്കെ സ്റ്റാറ്റസിലെ ക്രിസ്ത്യൻ നേഴ്സസ് ആണെങ്കിൽ മാതാവിനെയും ജീസസിനെയൊക്കെ കാണാറ്. പക്ഷെ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാതാവിനെയും ജീസസിനെയും ഒന്നും കാണാറില്ല. പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടാതെയാണോ, അത് ഇടാൻ മറക്കാത്തതാണോ, അതോ വേറെ എന്തെങ്കിലും തിരക്കി പറഞ്ഞാണോ എന്നറിയില്ല. ബട്ട് നെവർ ഫോർഗെറ്റ് എനിത്തിങ് ബാക്ക്, ബിക്കോസ് ഗോഡ് ഈസ് ഓൾവേസ് ലുക്കിംഗ് ആഫ്റ്റർ us even we are not looking behind to him. That's a fact actually. So always try to remember him and always thank him. Believe in the best, pray for the best. Everything happens for a good reason. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അപ്പുറത്ത് നിങ്ങൾക്ക് വേറെ കിട്ടും. അതിന്റെ ഒരു എന്താ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് എ ഫാക്ട് ആക്ച്വലി. മേ ബി എന്നെ വളരെ പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലും ഈ സ്ക്രീനിൽ ഉണ്ടെങ്കിൽ അവർക്ക് നോ മൈ സ്റ്റോറി. ഐ ഹാഡ് സം previous stories that it's not a part of this video, so I am not going to disclose it anyhow. So അപ്പോൾ മിനിമം ഒരു 3 ഇയർ ടു 6 ഇയേഴ്സ് ആണെങ്കിലും നിങ്ങൾ 2 ഇയേഴ്സ് അബവ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും പറഞ്ഞ സാധനങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബേസിക് തൊട്ട് പറയാം. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഒരുപാട് വലിച്ചു നീട്ടരുത്, എന്നാൽ നിങ്ങളെ കുറിച്ച് പ്രധാനമായി പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയണം. ബിഗിനിങ്, my name is, I'm from here. I have almost this much year of experience. I completed my graduation. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇയർ പറയാം. അത് കഴിഞ്ഞ് എവിടെയൊക്കെ ഗ്രാജുവലി ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാം. പിന്നെ നിങ്ങളുടെ സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടൈസസ് ഒരുപാട് വലിച്ചു നീട്ടരുത്, കുറച്ച്. കാരണം അവർക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഉള്ള കുറച്ച് സമയത്ത് അവരെ ഇന്റർവ്യൂ എടുത്ത് അവസാനിപ്പിച്ച് വിടാൻ നമ്മൾ പരമാവധി സഹായിക്കും. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി കഴിഞ്ഞ് ഇന്റർവ്യൂർക്ക് ബോറടിക്കും, അയാൾ പിന്നെ ശ്രദ്ധിക്കില്ല. പിന്നെ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് ഈ സെൽഫ് പ്രസന്റേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ, either maybe you will be asked with a question like go with your CV, go through your CV, maybe like that. Whatever it is, ഒരു സ്മൈലിംഗ് ഫേസിൽ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ് കോൾ വരുമ്പോൾ നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. നിധി തേടിയുള്ള ഒരു യാത്രയിൽ നിധി കണ്ടെത്തിയിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമം പിടിച്ച അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ
എന്താ പറയുന്നത്, ആദ്യമേ പ്രിപ്പറേഷൻസ് ചെയ്യുക. വേറെ ഇറ്റ് ഈസ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു വാട്ട് എവർ ഇറ്റ് ഈസ്. ഇറ്റ്സ് എ നോളജ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ലോസ് എനിവർ. അതൊരു അറിവാണ്, അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് നഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ എൻ്റയർ സിവിയിലുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയിട്ട് അറിയണം. സംടൈംസ് അവർ നിങ്ങളുടെ കേസസ് ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മോസ്റ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുള്ള കേസസ് ചോദിക്കും. ഹാൻഡിൽ ചെയ്ത കേസസിൽ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് ചോദിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, എമർജൻസി അറ്റൻഷൻ വേണ്ട എല്ലാ കേസസിലും you have to follow 3 C's. This is some sort of tripe and interview training actually I'm providing, but this is very important back before applying for an Ireland direct opportunity. So ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ 3 C's ആണ് ഫോളോ ചെയ്യേണ്ടത്. അതൊരു പ്രൊഫഷണൽ ടേം ആണ്. 3 C's മീൻസ് ചെക്ക്, കോൾ, കെയർ. ദിസ് ഷുഡ് ബി ഡൺ അറ്റ് ദ സെയിം ടൈം. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് ഈസ് ഹാവിങ് സം സോർട്ട് ഓഫ് അൺസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഹൈ BP, അല്ലെങ്കിൽ പേഷ്യൻ്റ് കൊളാപ്സ് ആയി, അല്ലെങ്കിൽ പേഷ്യൻ്റ് സഡൻ പൾസ് ഡൗൺ ആയി, സാച്ചുറേഷൻ സഡൻ ആയിട്ട് ഡൗൺ ആയി, or asthmatic, respiratory failure, any severe or any disease, any case, ഏതാണെങ്കിലും emergency situation ആണെങ്കിൽ you have to start with that. As it is an emergency situation, I know that it's very important to follow the 3 C's. Definitely I'll follow the 3 C's. Check, call, care. I'll analyze the patient at the earliest to understand the current condition of the patient, and I'll take necessary actions to protect the patient. Along with that, I'll seek support from my senior and I'll do my necessary care plan, or I'll do the necessary care plan, not my care plan, actually the necessary care plan. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ആദ്യം 3 C's ആണ് പറയുന്നത്. 3 C's ഒരേ സമയം ചെയ്യേണ്ട കാര്യമാണ്. 3 C'സിൽ നമ്മൾ പേഷ്യൻ്റ് അനാലിസിസ്, പേഷ്യൻ്റ് ഹിസ്റ്ററി, കാര്യങ്ങളെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ സീക്ക് സപ്പോർട്ട് ഫ്രം എ സീനിയർ ഇൻചാർജ്. ഇത് ഒരു നോർമൽ വാർഡ് കേസിൽ. ഇനി പോസ്റ്റ് OT ആണെന്നുണ്ടെങ്കിൽ, പോസ്റ്റ് OT മോസ്റ്റ്ലി പോസ്റ്റ് OT ICU അങ്ങനെയുള്ള കേസസിലാണെങ്കിൽ നിങ്ങൾ ഈ സീനിയർ ഇൻചാർജിനെ മാത്രം വിളിച്ചാൽ പോരാ. യു ഹാവ് ടു ഇൻഫോം ദ സർജിക്കൽ ടീം ആസ് വെൽ ആസ് OT ടീം. കാരണം അവരാണ് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ പേഷ്യന്റ് വന്ന സ്ഥലം OT ആണെങ്കിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, OTനെയും കൂടെ ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ OTയിലേക്കും കൂടെ എസ്കലേറ്റ് ചെയ്യണം. You have to provide necessary care according to the situation. Sometimes they will ask continued questions related to even medicines. What all are the medicines will you use? Medicines എന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സ് ആണ് എന്ന കാര്യം മറക്കരുത്. We are not supposed to provide any medication without the doctor prescription, and you have to make sure the dosages are appropriate. ഇനി നമ്മുടെ പ്രൊസീജിയേഴ്സിൽ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന, ഞാനൊരു ചെറിയൊരു പ്രൊസീജിയറിന്റെ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഐ എം നോട്ട് ഗോയിങ് ടു ലാഗ് ദിസ് വീഡിയോ. ഐ നോ ദാറ്റ് ഇറ്റ് വിൽ ബി ബിറ്റ് ബോറിംഗ്. NG ട്യൂബ് ഇൻസേർഷനെ നമ്മൾ സംടൈംസ് പോർട്ടബിൾ എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇൻ ഇന്റർനാഷണൽ ലെവൽ മോസ്റ്റ്ലി PH ആയിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 2 കാര്യങ്ങളും പറയണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാനൊരു നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടി ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഇട്ട് തരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു ഇത്രയും കാര്യങ്ങൾ അറിയണം. അറിഞ്ഞതിന് ശേഷം ഈ CV എംപ്ലോയർക്ക് നേരിട്ട് അയക്കണം. മെയില് ഡെലിവർ ആയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ മറക്കേണ്ട. പ്രൊഫഷണൽ CV, കവറിംഗ് ലെറ്റർ, ഇമെയിൽ, ദെൻ ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആസ് വെൽ ആസ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഹാൻഡിൽ യുവർ സ്കിൽസ് ആസ് എ നഴ്സ്. മെയിൻലി ടീം സ്കിൽ വേണം. Don't remember that nurse is not a single player. Nurse is a team player. Always you have to act as a team, then only the team will be done. Then critical situations like the lack of staff, difficult patient, difficult colleague, unfamiliar scenarios, unfamiliar medications, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്, റെഗുലർ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചതിന് ശേഷം മാത്രം വെബ്സൈറ്റുകൾ എടുക്കുക. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എംപ്ലോയേഴ്സിന്റെ ഇമെയിൽ IDs കിട്ടും. നിങ്ങൾ അയക്കുന്ന എല്ലാ ഇമെയിലും ഡെലിവർ ആയി എന്ന് വരില്ല. അപ്പൊ നിങ്ങൾ മെയിൽ ഡെലിവർ ആയിട്ടില്ലെങ്കിൽ അവരുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ജോബ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ കയറി ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് നിങ്ങൾ ഒരു മെയിൽ അയക്കുമ്പോൾ CV, കവറിംഗ് ലെറ്റർ അല്ലാതെ അതിന്റെ കൂടെ ഞാൻ കാൻഡിഡേറ്റിന്റെ പേര് പറയുന്നില്ല, ചിലപ്പോൾ ഈ വീഡിയോ കാൻഡിഡേറ്റ് കേൾക്കുന്നുണ്ടോ. എൻ്റെ ഒരു കാൻഡിഡേറ്റ് അയച്ചത്
ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, ഈവൻ എല്ലാ ഇയർലി മാർക്ക് ലിസ്റ്റ് വരെ അയച്ചു. ഞാൻ പറഞ്ഞു വീടിന്റെ ആധാരത്തിന്റെ കോപ്പി, ആധാർ കാർഡും പാൻ കാർഡും കൂടെ ചേർത്ത് അയക്കായിരുന്നില്ല. ഒരിക്കലും അങ്ങനെ അയക്കരുത്. ഞാനൊരു തമാശ പോലെ പറഞ്ഞതാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക് ഓൺലി, ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനെങ്കിലും പറയുവാണ്, വേറെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ഒന്നും കാര്യമായി അയക്കരുത്. മെയിൻലി അവരുടെ എല്ലാം സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സേഫ്റ്റി ഫയർവാൾസ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഒത്തിരി ഫയൽസ് അയച്ചു കഴിഞ്ഞാൽ അത് സ്പാമിൽ പോകും. പകരം നിങ്ങൾ കവറിംഗ് ലെറ്ററും സി വിയും മാത്രം പ്രോപ്പർ ആയിട്ട് സബ്ജക്റ്റ് വെച്ച് തന്നെ അയക്കണം. ഇല്ലെങ്കിൽ സ്പാമിൽ പോവും, വൈറസ് പ്രിവെൻഷൻ കയറി വരും, ചിലപ്പോൾ സ്പാമിൽ പോവും, ചിലപ്പോൾ അത് ഡെലിവർ ആവുക പോലുമില്ല. അത് കാരണം അവർ യൂസ് ചെയ്യുന്നത് ഇന്റേണൽ സേഫ്റ്റി ഫയർവാൾസ് ആണ്. ടെക്നിക്കലി അല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ കിട്ടേണ്ടടുത്ത് സംഭവം എത്തില്ല. അതുകൊണ്ട് കൂടുതൽ ഫയൽസ് അറ്റാച്ച് ചെയ്യരുത്. വേർഡ് ഫയൽ ആയിട്ട് ഒരിക്കലും നിങ്ങൾ സെൻഡ് ചെയ്ത് PDF കൺവേർട്ട് ചെയ്യണം. PDF കൺവേർട്ട് ചെയ്യാനായിട്ട് ഓൺലൈനിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നിങ്ങളുടെ വാലിഡ് ഡോക്യുമെന്റ് സച്ച് ആസ് പാസ്പോർട്ട്, ദെൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് പോലുള്ള ഡോക്യുമെന്റ്സ് ഒരിക്കലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യരുത്. ബിക്കോസ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ജെന്യൂൻ അല്ല. അവർ അതിൻ്റെ ഒരു സ്കാൻ കോപ്പി അവരുടെ സോഫ്റ്റ്വെയറിൽ ഡാറ്റാബേസിൽ കീപ്പ് ചെയ്യും. സോ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൽ ഡെലിവർ ആയി എന്ന് ഉറപ്പുവരുത്തണം. മെയിൽ ഡെലിവർ ആവാത്ത പക്ഷം നിങ്ങൾ ആദ്യം ഒരു എക്സലോ പേപ്പറോ എടുത്തിട്ട് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, സെഗ്രിഗേറ്റ് ചെയ്യുക, എല്ലാവരുടെയും മെയിൽ ഐഡീസ് കിട്ടുന്ന മെയിൽ അയക്കുക, മെയിലിന് വരുന്നതിന് പ്രൊഫഷണൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് റിപ്ലൈ അയക്കുക, ലാഗ് ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, മെയിലിന്റെ ഏറ്റവും മേളിൽ മുതൽ താഴെ വരെ നിങ്ങൾ ഫുൾ ആയിട്ട് വായിക്കണം. കാരണം അവർ പ്രീ സ്ക്രീനിങ് മോക്ക് കോൾ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഒക്കെ ചിലപ്പോൾ ഏറ്റവും അടിയിൽ ഒരു വരയിട്ടേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. കാരണം എൻ്റെ ഒരു കാൻഡിഡേറ്റിനെ, ഷീസ് നോട്ട് ഫ്രം കേരള, ആക്ച്വലി ഷീസ് വർക്കിംഗ് ഇൻ ഒമാൻ സൗദി. പുള്ളിക്കാരിക്ക് ഇന്റർവ്യൂ കോൾ വന്നു. ഇന്റർവ്യൂ കോളിൽ പ്രീ സ്ക്രീനിങ് കോള് അവർ വെച്ചിട്ടുണ്ടായിരുന്ന ടൈമിന്റെ ഡീറ്റെയിൽ മെയിലിന്റെ ഏറ്റവും അടിയിൽ മെൻഷൻ ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി അത് കണ്ടില്ല. സ്റ്റിൽ പുള്ളിക്കാരി റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ആ മെയിലിന്റെ കോപ്പി അന്ന് പുള്ളിക്കാരി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഒരു സർജറി ആയിട്ട്. അപ്പൊ എനിക്ക് പുള്ളിക്കാരിക്ക് അയക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ തിരക്കാണ്, അയക്കണ്ടെന്നും പറഞ്ഞു. അന്ന് ഒരുപക്ഷെ ചിലപ്പോൾ എന്റെ കടയിലെങ്കിലും പെട്ടെന്ന് സ്റ്റിൽ ഐ റിഗ്രറ്റ് ഫോർ ദാറ്റ്. അപ്പൊ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ്, ഡിയർ ഫ്രണ്ട്സ്, നെവർ ഇഗ്നർ എനി മെയിൽ. നിങ്ങളുടെ സ്പാം ചെക്ക് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്പാമിൽ വന്നു പെടും, ഇൻബോക്സിൽ വന്നു പെടുന്നില്ല. ഓൾ മെയിൽസ് ചെക്ക് ചെയ്യുമോ, ടെക്നിക്കലി ആരെങ്കിലും ഒക്കെ അറിയാവുന്നവരെ സപ്പോർട്ട് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ. പിന്നെ അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ID ഒരിക്കലും കൺസൾട്ടൻസീസിന് കൊടുക്കരുത്. പകരം നിങ്ങളൊരു പുതിയ മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുത്തോ. കൺസൾട്ടൻസി ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ദെൻ സെക്കൻഡറി, ഇമെയിൽ ഡെലിവർ ആയെന്ന് ഉറപ്പുവരുത്തണം. ഇമെയിൽ ഡെലിവർ ആയി വന്നിട്ടുണ്ടെങ്കിൽ മെയിൽ A to Z നോക്കണം. പ്രോപ്പർ ആയിട്ട് പ്രൊഫഷണൽ റിപ്ലൈസ് അയക്കണം. 2 വാക്കിലല്ല, ആ പ്രൊഫഷണൽ മെയിലിന്റെ റിപ്ലൈ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഐദർ ഐ ക്യാൻ ഹെൽപ്പ് യു ഓർ എൽസ് യു ക്യാൻ യൂസ് സം സോർട്ട് ഓഫ് AI ചാറ്റ് ബോട്ട്സ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ChatGPT പോലുള്ള സോഫ്റ്റ്വെയറിലൊക്കെ നിങ്ങൾക്ക് വന്ന മെയിലിന്റെ കണ്ടന്റ് ഇട്ട് കൊടുത്ത് പ്ലീസ് പ്രിപ്പയർ മീ റിപ്ലൈ എന്ന് അടിച്ചു കൊടുത്താൽ അത് റിപ്ലൈ തരും. പക്ഷെ വായിച്ച് നോക്കിയിട്ട് ഇടാവുള്ളൂ. കാരണം ChatGPTക്കും ചിലപ്പോൾ തെറ്റ് പറ്റാറുണ്ട്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞിരിക്കണം. ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് കഴിയാതെ നിങ്ങൾ അയക്കരുത്. നിങ്ങൾക്കൊരു ക്വിക്ക് ഇന്റർവ്യൂ മോക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ക്രീനിങ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് പൂളാണ്. കാരണം ഓവർസീസ് എംപ്ലോയ്മെന്റ് പോകുന്നത് നമ്മുടെ നാട്ടിൽ പോലെയല്ല. നിങ്ങൾക്ക് ഒരു എംപ്ലോയർ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എംപ്ലോയർ നിങ്ങളുടെ മെയിൽ കൺസിഡർ ചെയ്യാതിരിക്കാനും നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കൺസിഡറേഷൻ തരാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇതെല്ലാം ഒരു ഡാറ്റാബേസിലായിരിക്കും ചിലപ്പോൾ ചെന്നപ്പെടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ പേര് പറയാം, ജുബിൻ പാപ്പച്ചൻ എന്നാണ് എൻ്റെ പേര്. ജുബിൻ പാപ്പച്ചൻ ഒരു ഹോസ്പിറ്റൽ ഇന്റർവ്യൂ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഇഫ് ഐ എം അപ്ലൈങ് ഇറ്റ് ടു എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, എൻ്റെ ഹോസ്പിറ്റൽസിന് കൂടിയിട്ട് ഒരു HR സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിൽ എൻ്റെ പേര് ഇന്റർവ്യൂ ഫെയിൽഡ് വന്ന് കിടക്കും. പിന്നെ ബാക്കി ഇന്റർവ്യൂസ് അതിന് വേണ്ടി മെനക്കെട്ടൊന്നും വരില്ല. എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യമല്ല, പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് വെൽ പ്രിപ്പയർ ആയതിനു ശേഷം മാത്രം ഇന്റർവ്യൂവിന് ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കെയർ ഹോമിനെ കുറിച്ചും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനെ കുറിച്ചും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യുക. ഹോപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫോർമേഷൻസ് ഞാൻ ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരിക്കലും പെയ്ഡ് റിക്രൂട്ട്മെന്റ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഇനി അഥവാ ഞാൻ തീരെ ചെയ്യരുത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സാഹചര്യം കൊണ്ട് ഞാനത് പറയുന്നില്ല.
ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യുക. ഓഫർ ലെറ്റർ എങ്കിലും കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക. വൺസ് നിങ്ങൾ ഓഫർ ലെറ്റർ കൈ കിട്ടുന്നതിനേക്കാളും മുന്നേ പേയ്മെന്റ് ചെയ്ത് പിന്നെ ആ കൺസൾട്ടൻസിനെ അടുത്ത് തല്ലൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് ആവുകയാണ്. എപ്പോഴും നിങ്ങളുടെ മണി ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ലീഗൽ കോൺഫ്ലിക്റ്റിലൂടെ പോയി ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബെറ്റർ ഇങ്ങനെ പെയ്ഡ് റിക്രൂട്ട്മെന്റ്സ് അല്ലാത്ത ഒത്തിരി ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇനി ഒരു ചെറിയ ടിപ്പ് ഓഫ് അഡ്വൈസും കൂടെ തന്നു ഞാൻ ഈ ഒരു സെഷൻ തീർക്കാം. ഇന്റർവ്യൂ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കെയർ ഹോം ആൻഡ് ഹോസ്പിറ്റൽ വീഡിയോസ് വിൽ ബി കണ്ടിന്യൂയിങ് ദാറ്റ് ഐ വിൽ ഷെയർ നെക്സ്റ്റ് ടൈം. സോ അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് തിങ്സ്, ഇപ്പോൾ കുറേ പേര് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് their initiatives, but be careful that always learn as quick as possible. കാരണം ഒരു ജർമ്മനി നമ്മൾ ഒരുപാട് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മളെ ഇപ്പോൾ കുട്ടികൾ OET കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓപ്പണിങ് തീർന്ന പോലെ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു എക്സാം ക്ലിയറിംഗ് എന്ന് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ പ്രധാനം. എക്സാം ക്ലിയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് ആണ്. എംപ്ലോയർക്ക് പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് വേണ്ട, അത് എംബസിക്ക് മതി. നിങ്ങളുടെ പ്രൂഫ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കാണിക്കുന്ന എംപ്ലോയറുടെ അടുത്താണ്. എസ്പെഷ്യലി നിങ്ങൾ പോകുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഈ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഇല്ലാതെ ഓൺലൈൻ ഇന്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് ഓൺലൈൻ ഇന്റർവ്യൂ ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടത്തില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവണം, പറയുന്ന ആൻസർ അവർക്ക് മനസ്സിലാവണം. സോ ജർമ്മൻ ലാംഗ്വേജ് വാട്ട് എവർ ഇറ്റ്സ്, എനി ലാംഗ്വേജ് ട്രെയിനിങ് പോകുന്നവരെ എക്സാം ക്ലിയർ ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമായിട്ട് പോവാതെ നല്ല ഡെഡിക്കേഷനോടുകൂടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒപ്പം ഡെവലപ്പ് ചെയ്തെടുക്കുക. യു ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ മലയാളം. ഞാനൊരു ട്രെയിനറാണ്. എനിക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, എത്ര വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസ് ഞാൻ പ്രിപ്പയർ ചെയ്തുതരാം, ഡിപ്പാർട്ട്മെന്റ് വൈസ് ചെയ്തുതരാം, നിങ്ങളുടെ സ്കിൽ ലെവലിനനുസരിച്ച് ഞാൻ ചെയ്തുതരാം. മെറ്റീരിയൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും, പക്ഷെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പഠിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോൾ ഒത്തിരി പേര് പുതിയതായിട്ട് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേക ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇഫ് യു ആർ ലേണിംഗ്, ജസ്റ്റ് ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ടു കമ്മ്യൂണിക്കേറ്റ്, നോട്ട് ടു ക്ലിയർ ദ എക്സാമിനേഷൻ. Okay, then see you with some another videos related to interview questions and all.